റെസ്പോൺസിബിൾ ആണ് ആ കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ ചില സമയത്ത് നമ്മുടെ കടമകൾ നമ്മുടെ ആവശ്യമായിട്ട് മാറും. അത് പിന്നെ നമ്മൾ അത്യാവശ്യമാവും. ചേച്ചി എനിക്കിതൊക്കെ കണ്ടിട്ട് പേടിയാവുന്നുണ്ട് എന്നാണ് അവൾ എന്നോട് ആദ്യമായിട്ട് പറഞ്ഞത്. നമുക്ക് ഇത്രയും സ്ട്രെസ്സ് എന്നൊരു മിസ്സിങ് ആദ്യമായിട്ടാണ്. ട്രാഫിക് സിനിമയിൽ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഹൃദയം കൊണ്ടുപോകുന്ന ഒരു സീനുണ്ട്, മറ്റേ ശ്രീനിവാസൻ ഡ്രൈവ് ചെയ്ത്. അത് നമുക്ക് ടി വിയിൽ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം നമ്മൾ സഞ്ചരിക്കും. അത് തന്നെയാണ് ആ കാറിൻ്റെ ഉള്ളിൽ വണ്ടി ഓടിക്കുന്ന ആളുടെ അതേ ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് ആ വണ്ടിയുടെ ഉള്ളിലിരിക്കുന്ന ആളുകളും കിട്ടുന്നത്. അമ്മയാണ്, സ്ത്രീയാണ് നമുക്ക് തോന്നില്ലേ, നമ്മുടെ മക്കളോട് നമുക്ക് തോന്നില്ല. അതുപോലെ ഇത്രയും പ്രായത്തിൽ നീ ധൈര്യം കാണിച്ചല്ലോ എന്നുള്ളൊരു ദേഷ്യം നമുക്ക് തോന്നും, സ്വാഭാവികം. ആലുവയിൽ നിന്ന് ഒരു 12 വയസ്സുകാരിയെ കാണാതാകുന്നു. ആ 12കാരിയെ കിട്ടുന്നത് ഇൻസ്റ്റഗ്രാം നൽകിയ ഒരു തുമ്പിലൂടെ. 3000 കിലോമീറ്റർ സഞ്ചരിച്ച് 4 ദിവസത്തോളമുള്ള യാത്ര. അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന വനിതാ ഉദ്യോഗസ്ഥ, പോലീസ് ഉദ്യോഗസ്ഥ നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. ഇത്രയും പറയുമ്പോൾ തന്നെ ഒരു ഹെവി ടാസ്ക് ആയിരുന്നെന്ന് അറിയാം. ഒറ്റ ദിവസം അല്ലെങ്കിൽ 1-2 മണിക്കൂർ കൊണ്ട് ആ പെൺകുട്ടിയെ കണ്ടെത്താമെന്നുള്ള പ്രതീക്ഷയിൽ യാത്ര തിരിക്കുന്നു. എങ്ങനെയായിരുന്നു ഈ സംഘത്തിനൊപ്പം ചേരുന്നതും? 25 തീയതി രാത്രി ഏകദേശം 8:30 മിസ്സിങ് ആണെന്നുള്ള സംഭവം. നമ്മൾ സ്റ്റേഷനിൽ അവർ വരുന്നത് 11 മണി ഏകദേശം ആ സമയത്താണ്. അപ്പോൾ പിന്നെ നമ്മുടെ പ്രൊസീജിയർ സാധാരണ പോലെ ക്രൈം കാർഡ് പിന്നെ CDRനൊക്കെ നമുക്ക് ഫോൺ, കുട്ടിയുടെ ഫോൺ എന്നൊക്കെ കൊടുത്തു. അങ്ങനെയുള്ള പ്രൊസീജിയറൊക്കെ നടക്കുന്നുണ്ട്. FIR ഇട്ടു അങ്ങനെ. പക്ഷേ എന്താ സംഭവം, ആരുടെ കൂടെ എന്താ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ടൊരു അറിവൊന്നുമില്ല. പിന്നെ അങ്ങനെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടിയുടെ ഫ്രണ്ട്സിനെ അങ്ങനെയൊക്കെ മീറ്റ് ചെയ്തു. പിന്നെയാണ് ഒരു അഫെയർ സാഹചര്യം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് കിട്ടിയത്. പിന്നെ ഇയാളുടെ ഫോട്ടോ നമുക്കങ്ങനെ ഒരു കുട്ടിയുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോ കിട്ടുകയാണ്. ഫോട്ടോ മാത്രമേ ഉള്ളൂ കയ്യിൽ. ഇൻസ്റ്റയിലൊന്നും ഇയാളുടെ നമ്പറോ ഒന്നുമില്ല, ഫോൺ നമ്പറോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ട്രേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കുട്ടിയുടെ കയ്യിലുള്ള ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ആളുടെ കൂടെ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. പിന്നെ നമുക്ക് ഉള്ളത് ഇനി ഈ കൂടെ കൊണ്ടുപോയ ആൾ ഫോൺ ഓണാക്കണം. അതിന് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു, ഓണാക്കണം, എന്നിട്ടേ അറിയാൻ പറ്റുള്ളൂ. ഈ ഞായറാഴ്ച 26-ാം തീയതിയാണ് നമുക്ക് ഈ ആളുടെ ഫോൺ നമ്പർ നമുക്ക് കിട്ടുന്നത്. കൂടെ കൊണ്ടുപോയ ആളുടെ ഫോൺ നമ്പർ കിട്ടുന്നത്, അഭിജിത്തിൻ്റെ കിട്ടുന്നത്. അങ്ങനെ പിന്നെ അപ്പോൾ തുടങ്ങി നമുക്ക് എന്തെങ്കിലും ഒരു ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു നമ്മളെല്ലാവരും. അങ്ങനെ ഓക്കെ, CDRനെല്ലാം കൊടുത്തു. ഏകദേശം ഉച്ചയായപ്പോൾ 26-ാം തീയതി ഞായറാഴ്ച ഉച്ചയായപ്പോൾ തന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. മെന്നാണ് ആദ്യം. ബാൻഷാ സാറുണ്ടായിരുന്നു, ഷാരോ സാറ്, SI സതീഷ് സാറ്, അവർ 3 പേരും. പിന്നെ കുട്ടിയല്ലേ, നമ്മൾ കൂടെ പോകണം എന്തായാലും. അങ്ങനെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ പെട്ടെന്ന് പോവാം, കാസർഗോഡാണ് ലൊക്കേഷൻ നമുക്ക് കാണുന്നത്. ആദ്യ ലൊക്കേഷൻ നമ്മൾ എടുത്തപ്പോൾ കാസർഗോഡാണ്. അപ്പോൾ കാസർഗോഡ് ഉണ്ട് എന്നുള്ള തന്നെ ഞങ്ങൾ യാത്ര തിരിക്കണം. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ലൈറ്റ് ലഗേജോ ഒന്നും ഇല്ല കയ്യിൽ. എന്ന് വെച്ചാൽ നമുക്ക് ചെന്നാൽ പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്, അവിടെ ഉണ്ട് എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് എമർജൻസിയാണ്. അപ്പോൾ ഒന്നും വീട്ടിൽ പോയിട്ട്, എൻ്റെ വീടെന്നൊക്കെ പറയണത് ഇപ്പോൾ 20 കിലോമീറ്റർ ദൂരമുണ്ട് സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ എനിക്ക് വീട്ടിൽ പോയിട്ടൊന്നും ലഗേജൊന്നും എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല, പെട്ടെന്ന് നമുക്ക് പോകണം. അപ്പോൾ വാഹനം നമുക്ക് വേറെ ഒന്നും എടുക്കാനില്ല. അപ്പോൾ അൻഷാ സാറിൻ്റെ വണ്ടി തന്നെ എടുക്കാം എന്ന് പറഞ്ഞു. സാറിൻ്റെ ഇന്നോവയ്ക്ക് തന്നെയാണ് ഞങ്ങൾ 4 പേരും കൂടെ പോയത്. സാർ തന്നെ വണ്ടി ഓടിച്ചു. പിന്നെ കൂടെ കുട്ടിയുടെ ഒരു ബന്ധു, ചേച്ചിയുടെ ഹസ്ബൻഡും അനീഷ് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോയി. പിന്നെ കാസർഗോഡ് എത്തിയ സമയത്ത് ഇതുപോലെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ഓഫ് ആവുന്നുണ്ട്. ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പ്രയാസമാണ്. പിന്നെ മംഗലാപുരം, കാസർഗോഡ് എത്തി കഴിഞ്ഞപ്പോഴാണ് പിന്നെ മംഗലാപുരം കണ്ടത്. അങ്ങനെ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും സ്വിച്ച് ഓഫ് ആയി. പിന്നെ നമുക്കൊരു സ്റ്റക്കായിപ്പോയി ഞങ്ങളെല്ലാവരും. പിന്നെ നമുക്കൊരു ലൊക്കേഷൻ ഒന്നും കിട്ടാത്ത അവസ്ഥയിലാണ്. അങ്ങനെ ഏകദേശം അവിടെ ഒരു 2 മണിക്കൂറോളം നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞങ്ങൾ അടുത്ത ലൊക്കേഷൻ കിട്ടുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങോട്ടാ തിരിയുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ വെറുതെ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഒരു ഹിൻ്റ് കിട്ടണ്ടേ. വെയിറ്റ് ചെയ്ത് നമ്മുടെ മുകളിലേക്കൊക്കെ വിളിച്ചറിയിച്ചു. അങ്ങനെ SP ഓഫീസ് വഴി, DSP ഓഫീസ് വഴി നമുക്ക് സൈബർ സെൽ വഴിയൊക്കെ നമുക്ക് ലൊക്കേഷൻ അയക്കാൻ ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും ഏത് രാത്രി വിളിച്ചാലും ലൊക്കേഷൻ നമുക്ക് അവൈലബിൾ ആക്കണം എന്നുള്ള നിർദ്ദേശം SP ഓഫീസിൽ നിന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് സ്പോട്ട് നമുക്ക് അവർ കിട്ടിയ ഉടനെ തന്നെ നമുക്ക് കറക്റ്റ് സ്പോട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്തിട്ട് അവർ അപ്പം തന്നെ നമുക്ക് ഡാറ്റ തരുമായിരുന്നു. അങ്ങനെ മംഗലാപുരത്ത് വെയിറ്റ് ചെയ്ത ശേഷം പിന്നീടാണ് അപ്പോൾ ഗോവ ലക്ഷ്യമാക്കിയാണ് പോകുന്നതെന്നുള്ളൊരു ഊഹം നമുക്കുണ്ട്. പിന്നെ അവിടെ ചെന്നപ്പോൾ പിന്നെ നമ്മൾ മംഗലാപുരത്ത് എത്തിയപ്പോൾ നമുക്ക് കാണുന്നത് ഗോവയല്ല. പിന്നെ അവിടെ നിന്ന് മറികടന്നുമാണ് മുംബൈ ആ ലൊക്കേഷൻ കാണുന്നത്. മുംബൈ ലൊക്കേഷൻ കണ്ടപ്പോൾ മനസ്സിലായി അവിടെ നിന്ന് വിട്ടിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ പിന്നെ മുംബൈക്ക് പോകാനുള്ള ഒരു സാഹചര്യം നമുക്ക് ആ സമയത്ത് മുംബൈ വരെ പോകാനുള്ള സാഹചര്യം നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യണം എന്ന് പറയുന്നത് അങ്ങ് നിൽക്കുമ്പോഴാണ് നമുക്ക് നമുക്ക് കൊച്ചിയിൽ നിന്ന് നമ്മുടെ പറവൂരിൽ നിന്ന് അടുത്ത ടീമിനെ വിടാം, ഫ്ലൈറ്റിന് മുംബൈക്ക് അടുത്ത ടീമിനെ വിടാമെന്ന് കണക്കാക്കി അങ്ങനെ കുറേ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. നടന്നുകൊണ്ടിരിക്കാതെ അപ്പോൾ വെയിറ്റ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട് നമ്മളോട്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഒരു ഏകദേശം 2 മണിക്കൂറിനടുക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്ത സമയത്ത് സദീവ് സാറ് SI സാറ് പറഞ്ഞു, ഇനി വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല, മുകളിൽ നിന്നുള്ള ഓർഡർ എന്തും നമുക്ക് വരാനുള്ള ചാൻസ് ഇപ്പോൾ തന്നെ അവർ വിളിച്ച് പറയുമായിരിക്കും. അത് ചിലപ്പോൾ പോകാനായിരിക്കും, അടുത്ത ടീമിനെ വിടാമെന്നായിരിക്കും, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് യാത്ര തിരിക്കാം, നമുക്ക് മുന്നോട്ട് തന്നെ പോകാം എന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന കാര്യമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സാറ് പറഞ്ഞു നമുക്ക് മുന്നോട്ട് തന്നെ പോകാം എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് അപ്പോൾ തന്നെ പിന്നെ ഒന്നും ആലോചിച്ചില്ല, പോയി. അങ്ങനെ പോയി ഞങ്ങൾ മുംബൈ വരുത്തി. അവിടെ എത്തിയപ്പോൾ വീണ്ടും ലൊക്കേഷൻ ധാരാവി കണ്ടു. ധാരാവി അപ്പോൾ ഇതിനിടയ്ക്ക് ലൊക്കേഷൻ ധാരാവി കാണിക്കുന്നുണ്ട്, അങ്ങനെ കണ്ടു. ആ സമയത്ത് തന്നെ സാറ് പിന്നെ നമുക്ക് അവിടെ കോണ്ടാക്ട്സ് അങ്ങനെ ആരുണ്ട് എന്ന് അന്വേഷിച്ചു. ആരെങ്കിലും കോണ്ടാക്റ്റ് വേണ്ട നമുക്ക് മുംബൈയിൽ. അപ്പോൾ സാറിൻ്റെ പരിചയത്തിലൊരു ഗോകുൽ രാജ് IPS സാറിനാണ്, ഗോകുൽ രാജ് സാറ് അവിടെ ഉണ്ട്, മുംബൈയിലുണ്ട്. സാറിൻ്റെ സ്ഥലം പത്തനംതിട്ടയാണ്. അപ്പോൾ സാറ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സാറ് വിളിച്ചു, സാറിന് SI സാറ് വിളിച്ചു. സാറിന് ഇങ്ങനെ സംഭവമുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു 12 വയസ്സുള്ള കുട്ടി മിസ്സിങ് ആയിട്ടുണ്ട്, അപ്പോൾ ധാരാവിയാണ് ലൊക്കേഷൻ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ സാറ് ആ ലൊക്കേഷനൊക്കെ വേഗം അയച്ചതാണ്. പിന്നെ കുട്ടിയുടെ ഫോട്ടോ കൂടെ കൊണ്ടുപോയ ആളുടെ ഫോട്ടോസും ഒക്കെ അയച്ചു തരാൻ പറഞ്ഞു, നമ്പറും എല്ലാം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും സാറിന് കൈമാറി. പിന്നെ സാറ് അവിടുത്തെ ലൈസൻസ് ഓഫീസറിനെ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിനെ കൊണ്ട് ഞങ്ങളെ വിളിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചു ഇങ്ങനെ സംഭവം. അപ്പോൾ അവർ അവിടുത്തെ ആ ഒരു ലിമിറ്റ് സ്റ്റേഷനുകളിലൊക്കെ ഇവർ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ടീം പോയിട്ട് അവർ സെർച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ യാത്രയാണ്, ആ സമയത്ത് നമുക്ക് എത്തിപ്പെട്ടാൽ മതി, അതൊക്കെയുള്ളവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഭാഗ്യമല്ലേ. അങ്ങനെ അവർ 3 ടീമായിട്ട് പോയി അവിടെ സെർച്ച് ചെയ്തു. പക്ഷേ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ A ടൈപ്പ് ലൊക്കേഷനാണ്, കറക്റ്റ് A ടൈപ്പ് ലൊക്കേഷനാണ്. ധാരാവി അവിടെ ചെന്നാൽ ആളവിടെ ഉണ്ട്, ഉറപ്പാണ്. A ടൈപ്പ് അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ A ടൈപ്പ് ലൊക്കേഷനിൽ ഒരാളെ സിമ്പിളായിട്ട് നേരെ ചെന്ന് കൂട്ടിക്കൊണ്ട് പോരാൻ പറ്റും. ആ ലൊക്കേഷനിൽ ഒരു 10-15 പേരൊക്കെ കൂടിപ്പോൾ ഒരു 50 പേരൊക്കെ ഉണ്ടാവുള്ളൂ ആ ലൊക്കേഷനിൽ, ആ A ടൈപ്പ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ അവിടെ ആ ഒരു ഏരിയയിൽ ധാരാവി എന്ന് പറയുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു 500-ൽ പരം ആളുകൾ ഉണ്ടാവും ഒരേ ലൊക്കേഷനിൽ. അപ്പോൾ നമുക്ക് അവരെ ലൊക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് കൂടുതലും പരിചയമുള്ളവർ പോയി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായം ചോദിച്ചത്. അങ്ങനെ അവർ പോയി അന്വേഷിച്ചിട്ടും അവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. സ്വിച്ച് ഓഫ് ആണല്ലോ ആള്. കാറിൽ തന്നെയാണ് നമ്മൾ വിശ്രമമൊക്കെ. പിന്നെ നമുക്ക് ഒരു മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഫോണിൽ നോക്കുമ്പോൾ ഒന്നുമില്ല, പിന്നെ വീണ്ടും നോക്കുമ്പോൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വണ്ടി വിടണം. അപ്പം നമുക്ക് കാറിൽ തന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്യുകയാണ് ഇങ്ങനെ. അപ്പോൾ അങ്ങനെ നോക്കി നിൽക്കാതെ പിന്നെ അറിഞ്ഞു, നെക്സ്റ്റ് ഡേയിൽ അറിഞ്ഞു ധാരാവി എന്ന സ്ഥലത്ത് നിന്ന് ആൾ തിരിക്കുകയാണ്. തിരിച്ചു വരാൻ മീൻസ് വേറെ ഒരു ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും മനസ്സിൽ കുട്ടിക്ക് അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ടെൻഷനാണ്. എനിക്കൊക്കെ വണ്ടിയിലൊക്കെ ഇരുന്ന് നമ്മൾ എല്ലാവർക്കും ഉണ്ടല്ലോ മക്കളൊക്കെ, അപ്പം നമ്മൾ ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ നിന്ന് ആൾ തിരിച്ചു വരും. അപ്പോൾ കൂടെ കുട്ടി ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗ്യം. എന്തായാലും ആൾ തിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഷോപ്പൊക്കെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്, ഡ്രസ്സൊക്കെ വാങ്ങുന്ന ഒരു ഷോപ്പ് ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് തിരിച്ചു വരുന്ന യാത്രയിൽ. പിന്നെ ഷോളാപ്പൂർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നമുക്ക് അടുത്ത ലൊക്കേഷൻ കിട്ടുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ധാരാവിയിൽ നിന്ന് തിരിക്കുന്നുണ്ടെന്നുള്ളത്.
അങ്ങനെ ഞങ്ങൾ വിവരം ഉള്ളിലേക്ക് വിളിച്ചറിയിച്ചു, ലൊക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്, അപ്പോൾ ആൾ തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വേഗം തന്നെ SP ഓഫീസിൽ നിന്നൊക്കെ എമർജൻസി മെസ്സേജ് കൊടുത്തു. അങ്ങനെ സൈബറിൽ നിന്ന് നമുക്ക് ഞങ്ങളുടെ CA വഴി, ഞാൻ CA ആണ്, ഗംഗാപ്രസാദ് സാർ ഞങ്ങളുടെ CA ആണ്, പുള്ളിയാണ് ഞങ്ങളെ വിളിച്ച് പറയുന്നത് നിസാമുദ്ദീൻ എക്സ്പ്രസ്സിൽ ആൾ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന്, അപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് കാണുന്നത് സത്താറ എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനാണ് കാണുന്നത്. എത്രയും പെട്ടെന്ന് നമ്മൾ നിയർ മുംബൈ ഉണ്ടല്ലോ, നിങ്ങൾ അടുത്ത് തന്നെ ഉണ്ട് നമ്മൾ. അപ്പോൾ വേറൊരു ടീം പുറപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് എത്ര വന്നാലും നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ സാറ് പറഞ്ഞു നമ്മൾ മുംബൈ ഉണ്ട്, അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ സത്താറ എത്താം, പെട്ടെന്ന് തന്നെ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ സത്താറയിലേക്ക് പോവാണ്. അപ്പം പിന്നെ വഴിക്ക് സാറ് സത്താറ എത്തുന്നതിന് മുമ്പ് ഇപ്പം നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന സ്റ്റേഷൻ അടുത്തത് പൂനെയാണ്. അപ്പോൾ സത്താറയ്ക്ക് ഏകദേശം 4 മണിക്കൂർ എടുക്കും. ഞങ്ങൾ നിൽക്കുന്ന ലൊക്കേഷനിൽ 4 മണിക്കൂർ എടുക്കും സത്താറയിലേക്ക് എത്തണമെങ്കിൽ. പക്ഷേ പൂനെയിലേക്കാണെങ്കിൽ 2.5 മണിക്കൂർ മതി. നെക്സ്റ്റ് സ്റ്റേഷൻ പൂനെയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സത്താറയ്ക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേഷൻ പൂനെയാണ്, അപ്പം വീണ്ടും അങ്ങോട്ട് സഞ്ചരിക്കേണ്ട, നേരെ പൂനെയിലേക്ക് തന്നെ പോവാം. പൂനെയിൽ വെച്ചിട്ട് നമുക്ക് ട്രെയിൻ സെർച്ച് ചെയ്യാം എന്ന് കണക്കാക്കി ഞങ്ങൾ നേരെ അവിടെ നിന്ന് നേരെ പൂനെയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് സാവകാശം കിട്ടും. നമ്മൾ ചെല്ലുമ്പോൾ മറ്റേ ട്രെയിൻ എന്തെങ്കിലും ആ സ്റ്റേഷനിൽ നിന്ന് പോയിട്ടുണ്ടാവും. നേരെ പൂനെയിലേക്ക് ചെന്നു. അപ്പോൾ നമുക്കറിയില്ലേ പൂനെ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ ഏതാണ്, ഗൂഗിൾ മാപ്പ് മാത്രമുള്ളൂ നമുക്ക് രക്ഷ. അപ്പോൾ ഈ മാപ്പൊക്കെ ഇട്ടാ പോകുന്നേ, നമ്മൾ ഇതുവരെ പോകാത്ത സ്റ്റേഷനല്ലേ. അപ്പോൾ അറിയാലോ മാപ്പിലൊക്കെ നമുക്ക് കറക്റ്റായിട്ടുള്ള വഴിയൊന്നും കാണിക്കൊന്നുമില്ല. അത് പല വഴിയിലൊക്കെ നമ്മൾ കൊണ്ടുപോകും. ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് പോകുന്നതിന് പകരം താഴെ കൂടെയൊക്കെ പോയിട്ട് ഞങ്ങൾ യൂട്ടേൺ ഒക്കെ എടുത്ത് വന്നിട്ടൊക്കെ ഉണ്ട് ഈ പോക്കിൽ തന്നെ. ടൈം നമുക്ക് വേസ്റ്റ് ആവും ഒരുപാട്. ഗൂഗിൾ മാപ്പ് നമുക്ക് അറിയാത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവല്ലേ, അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാനില്ല താനും, ഒട്ടും നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു, ജസ്റ്റ് ഒരു 20 മിനിറ്റ് 10 മിനിറ്റ് വ്യത്യാസത്തിൽ ട്രെയിൻ അവിടെ വരും. വന്ന് ട്രെയിൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ അതിൻ്റെ പുറകെ വീണ്ടും പോവാം, പിന്നെ വേറെ ടീമിനെ വെക്കാന്നല്ലാതെ ഫ്ലൈറ്റിന് പോവാന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇവിടെ നിന്ന് അപ്പോൾ അൻഷാ സാറ് വണ്ടി ഓടിക്കുന്നുണ്ട്, ചേഞ്ച് ഷാരോ സാറ് കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്ലോക്കും നമ്മുടെ സാധാരണ ഇവിടെ കാണുന്ന ബ്ലോക്കിൻ്റെ ഇരട്ടി ബ്ലോക്കാണ് അവിടെ, നല്ല ബ്ലോക്കാണ്. ബ്ലോക്കിൽ കൂടെ ഒക്കെ വണ്ടി ഓടിച്ച് അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഞാൻ ഈ ഒരു ട്രാഫിക് സിനിമയിൽ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്, ഈ മറ്റേ ഹൃദയം കൊണ്ടുപോകുന്ന ഒരു സീനുണ്ട്, മറ്റേ ശ്രീനിവാസൻ ഡ്രൈവ് ചെയ്ത്, അത് നമുക്ക് TV-യിൽ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം നമ്മൾ സഞ്ചരിക്കും. അത് തന്നെയാണ് ആ കാറിൻ്റെ ഉള്ളിലിരുന്ന് വണ്ടി ഓടിക്കുന്ന ആളുടെ അതേ ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് ആ വണ്ടിയുടെ ഉള്ളിലിരിക്കുന്ന ആളുകളും കിട്ടുന്നത്. അത്ര ടെൻഷനാണ്. ട്രെയിൻ എത്തുന്നതിന് മുമ്പേ നമുക്ക് അവിടെ എത്തണം. നമ്മളെത്തി നമുക്ക് ആ ബോഗിയുടെ അടുത്തേക്ക് എത്തി അവിടെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യണം. ആ ഒരു ടാസ്ക്കാണത്. അപ്പോൾ ഞങ്ങൾ മാപ്പിട്ട് പോയി അവസാനം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടു, ബോർഡ് കണ്ടു. അങ്ങനെ നേരെ അവിടെ അകത്തേക്ക് വണ്ടി പാർക്ക് ചെയ്ത് ഉടനെ ചാടി ഇറങ്ങിയപ്പോൾ നോക്കിയപ്പോൾ എന്താ റെയിൽവേ സ്റ്റേഷൻ എഴുതി വെച്ചേക്കുന്ന ഇപ്പുറത്താണെങ്കിലും തിരിച്ച് ആ ബ്രിഡ്ജിൽ കൂടെ കയറി റോഡിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ നടന്ന് പോകണം. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിച്ചാൽ നമുക്ക് സമയമില്ലല്ലോ. ഞങ്ങൾ വേഗം സ്റ്റേഷനിലേക്കാണ് എത്തിയെന്ന് കരുതിയിട്ട് നമ്മൾ കയറിയപ്പോൾ നോക്കിയപ്പോൾ ആ ബ്രിഡ്ജിൽ കൂടെ അപ്പുറത്തേക്ക് എത്തിയാൽ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ പറ്റുള്ളൂ, ആ റോഡിന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണം. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ അത്രയും ദൂരം സ്ലോപ്പാണ് നടന്ന്, ഇതൊക്കെ നമുക്ക് സാധാരണഗതിയിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് പോകാം. പക്ഷേ മനസ്സിൽ മുഴുവനും ടൈം ആണ് പ്രധാനം. അങ്ങനെ ഇവിടെ നിന്ന് എല്ലാവരും അതേ സ്പീഡ് നടന്ന് അപ്പുറത്തെത്തി ബ്രിഡ്ജിന് മുകളിൽ കയറി പ്ലാറ്റ്ഫോം കണ്ടു. അപ്പോൾ ട്രെയിനിൻ്റെ ഏകദേശം വരാൻ ഒരു 10 മിനിറ്റ് ഉണ്ട് ട്രെയിൻ വരാൻ. അപ്പോൾ എന്തായാലും ക്യാഷൊന്നും ഇവരുടെ കയ്യിൽ ഉണ്ടാവുന്ന ഒരു കയ്യിൽ ക്യാഷൊന്നും ഇല്ലയെന്ന് നമുക്കറിയാം, അധികം ക്യാഷുള്ള ആളുമല്ല ആള്. അപ്പോൾ എന്തായാലും ജനറൽ ടിക്കറ്റ് ആയിരിക്കും. ആകെ 4 ഇതുള്ളൂ, ബാക്കിൽ 2 ഫ്രണ്ടിൽ 2, പിന്നെ ലേഡീസും. അപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് ഈ ഒരു 4 ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ബാക്കിലെ ഭാഗത്തേക്ക് SIയും അൻഷാ സാറും കൂടെ അങ്ങോട്ട് പോയി, ഫ്രണ്ടിലെ ഭാഗത്തേക്ക് ഞാനും ഷാരോ സാറും അനീഷും കൂടെ നീങ്ങി പ്ലാറ്റ്ഫോമിൻ്റെ. അപ്പോൾ 3rd പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ 2 ഭാഗത്തേക്ക് ഞങ്ങൾ തിരിഞ്ഞു. അപ്പോൾ ഇതിനിടക്ക് ഒരു സംഭവം RPF-നെയൊക്കെ നമ്മൾ അറിയിക്കുന്നുണ്ട്.
ഞങ്ങളുടെ ഒരു എസ് ഐ സാറുണ്ട്, പ്രതീക്ഷ സാറിൻ്റെ മോള് കാർത്തി പൂനെ റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ആൾ വഴിയായിട്ട് RPF പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എവിടെയാണ് അവർ എത്തുന്നതെന്നും നമുക്കറിയില്ല. നമുക്കതിനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കാൻ ടൈമും ഇല്ല. വിളിച്ചു, RPF ഒരു സാറ് വിളിച്ചു, ഞങ്ങൾ കൂടെ ഉണ്ടാവും, സ്റ്റേഷനിലേക്ക് നിങ്ങൾ ചെല്ലൂ, ഞങ്ങൾ അവിടെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഡയറക്റ്റ് ഞങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചിലപ്പോൾ ഒരു ട്രെയിനിലുണ്ടാവാം, ചിലപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിലുണ്ടാവാം. നമുക്ക് പക്ഷേ അതിനൊന്നും സമയമില്ല. അവരെ അവിടെ പോയി അവരുടെ ഓഫീസിൽ പോയി അവരെ മീറ്റ് ചെയ്യാനോ RPF ഓഫീസ് എവിടെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ നേരെ പ്ലാറ്റ്ഫോമിലേക്ക് ചെല്ലുക, നമ്മൾ ട്രെയിനിൻ്റെ ബോഗി നോക്കിയിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ RPF ഓഫീസ് അവിടെ അടുത്തുണ്ട്, സ്റ്റേഷനുണ്ട്. പക്ഷേ ആ സ്റ്റേഷനിലേക്കൊന്നും നമുക്ക് എത്തിച്ചെന്ന് വിവരം ധരിപ്പിക്കാനൊന്നും സമയമില്ല. അപ്പോൾ നേരെ പ്ലാറ്റ്ഫോമിലേക്ക് ചെന്നു. ഞങ്ങൾ 2 സൈഡിലായിട്ട് നിന്നു ട്രെയിനിൻ്റെ. അപ്പം ട്രെയിൻ 10 മിനിറ്റ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്, ട്രെയിൻ വന്ന് നിൽക്കുമ്പോൾ ഫസ്റ്റ് 2 ബോഗി ഈ സൈഡിൽ, ഫസ്റ്റ് സൈഡിൽ ഞങ്ങൾ 3 പേരുണ്ട്, ബാക്ക് സൈഡിൽ അവർ 2 പേരുണ്ട്. അപ്പോൾ ഔട്ട് ഫ്ലോ, പുറത്തേക്കുള്ള ഫ്ലോയിൽ നമുക്ക് പൂനെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുമോ എന്ന് നമുക്കറിയില്ലല്ലോ. ചിലപ്പോൾ ഇറങ്ങിയാലോ, എന്താ ഉദ്ദേശം നമുക്കറിയില്ല. അപ്പോൾ ആ ഫ്ലോ നമുക്ക് നോക്കാം. നോക്കിയിട്ട് അപ്പോൾ അകന്ന വ്യൂവിൽ നമുക്ക് നോക്കാം. നോക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ നേരെ കയറിക്കോ, ട്രെയിനിലേക്ക് കയറിക്കോ. കയറിയിട്ട് സെർച്ച് ചെയ്ത് നെക്സ്റ്റ് സ്റ്റേഷൻ അല്ലെങ്കിൽ പോണ വരെ പോട്ടെ, കയറാം, അകത്തേക്ക് കയറാം എന്ന് തന്നെ കരുതി തന്നെയാണ് ഞങ്ങൾ 5 പേരും നിൽക്കുന്നത്, അനീഷുണ്ട് കൂടെ. അപ്പം സാറിന് അപ്പോൾ കോണ്ടാക്റ്റിൽ നിർത്താൻ പറഞ്ഞു, ബാക്ക് സൈഡിലുള്ളവരെ കോണ്ടാക്റ്റിൽ. അപ്പോൾ ഫോണിൽ കോണ്ടാക്റ്റിലുണ്ട് അവർ സൈഡിൽ. അപ്പോൾ ഞങ്ങൾ കോളാക്കി നിർത്തിയേക്കാണ്. കയറുന്നുണ്ടെങ്കിൽ അവരും കയറണ്ടേ. അങ്ങനെ നോക്കി, പുറത്തേക്കുള്ള ഫ്ലോ നോക്കി, ഇല്ല. അപ്പോൾ ഈ ട്രെയിൻ വരുമ്പോഴൊക്കെ നമുക്ക് അത്രയും ഹാർട്ട് ബീറ്റ് ഉണ്ടാവണേ എന്നുള്ളൊരു ഇതാണ്. പുറത്തേക്കുള്ള ഫ്ലോയിലില്ല. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറാൻ തയ്യാറെടുത്ത് ഞങ്ങൾ 3 പേര് നിൽക്കുന്ന ഭാഗത്തേക്ക്, ഞങ്ങൾ അകത്തേക്ക് ആ സെക്കൻഡ് ബോഗിയുടെ അകത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ബെർത്തിൻ്റെ മുകളിലാണ്. ബെർത്തിന് അപ്പോൾ ക്ലിയർ ചെയ്തു, ആളുകളൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ കൂടിയാണ് കാണുന്നത്, ബെർത്തിൻ്റെ മുകളിൽ ഇവനെയാണ് കാണുന്നത് ആദ്യം. മൈൻഡ് ഫുള്ള് നമുക്കറിയാലോ ആള്, ഇവനെയാണ് ആദ്യം കാണുന്നത്. അപ്പോൾ തന്നെ ഇതേ ചാടി കയറി, എല്ലാവരും കയറി, സാറേ മുകളിലിരിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചാടി കയറി. അകത്ത് ബെർത്തിൻ്റെ മുകളിലിരിക്കുന്നുണ്ടായിരുന്നു ഇവർ 2 പേരും. അവിടെ ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ലേഡി, ഈ കൊച്ച്. അങ്ങനെ കയറി. അപ്പോൾ തന്നെ പിടിച്ചിറക്കി കൊണ്ടുവന്നു. അപ്പോഴേക്കും RPF അവിടെ എത്തി. അപ്പം നമ്മൾ ഈ അവനെ പിടിച്ച് വലിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ആളുകളൊക്കെ എന്താ സംഭവം, എല്ലാവരും ചുറ്റും കൂടി. നമുക്കങ്ങനെ ഭാഷ, അപ്പോൾ തന്നെ നമുക്ക് അതിൽ കാർഡുണ്ടല്ലോ, പോലീസിൻ്റെ കാർഡുണ്ട്, പോലീസാണെന്ന് കാണിച്ചു കൊടുത്തു. പിടിച്ച് വലിച്ച് താഴ്ത്തിടല്ലേ, അതിന് മുകളിൽ നിന്ന് വലിച്ച് താഴ്ത്തിട്ട് പിന്നെ ഇവനെ പിടിച്ചിറക്കി, കുട്ടിയും പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന് പുറത്തേക്ക് ഇറക്കി. അങ്ങനെ ആ കൊച്ചൊക്കെ പകച്ച് നിൽക്കുകയാണ്. വെച്ചാൽ ഒന്നാമത്തെ കാര്യം, ഇറങ്ങി പോയെങ്കിലും പിന്നെ അറിയപ്പെടാത്ത സ്ഥലത്തേക്കാണ്, അത് ഭാഷയും ഒന്നും അറിയാത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് ആ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ തിരിച്ച് പോയാൽ മതിയായിരുന്നൊക്കെ തോന്നലും ചിലപ്പോൾ ആൾക്ക് ഉണ്ടാവും. ആ ഒരു സ്ട്രഗിളൊക്കെ. ഇപ്പോൾ 2 ദിവസം 3 ദിവസമായി ഫുഡ് കഴിച്ചിട്ടും എന്തോ ബ്രെഡൊക്കെ കഴിച്ചിരുന്നത്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിലാണ് ആ കൊച്ചിന് ഇരിക്കുന്നത്. അപ്പോൾ ഇറക്കിയപ്പോൾ തന്നെ ആദ്യം ഇവരാകെ വയലൻ്റായി, ആരാന്താകുക. അപ്പോൾ പോലീസാണ്. അപ്പോൾ കൊച്ചിനോട് പറഞ്ഞു, കൂടെ നാട്ടിൽ നിന്നുള്ള പോലീസുകാരാണ്, ഇത് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ വന്നതാണ്, ഉപദ്രവിക്കാനൊന്നും ഒന്നുമല്ല, കൊണ്ടുപോകാൻ വന്നതാണ് എന്ന് പറഞ്ഞു. പിന്നെ കൈക്ക് പിടിച്ച് കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ആദ്യം ആൾ ഷൗട്ട് ചെയ്തുവെങ്കിലും നമ്മൾ ഇവനെ പിടിച്ച് വലിക്കുകയാണല്ലോ, അപ്പോൾ കണ്ടപ്പോൾ ഷൗട്ട് ചെയ്തെങ്കിലും പിന്നെ പറഞ്ഞു കൊടുത്തപ്പോൾ പതുക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ആൾ ഓക്കെ, ശാന്തമായി. കൂടെ വന്ന് നടന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് തന്നെ ഓഫീസിലേക്ക്, അപ്പോൾ RPF അവിടെ വന്ന് അങ്ങനെ ആ ഒരു ഓഫീസിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടെ ഇരുത്തി. പിന്നെ ഇവനോട് പറഞ്ഞ് ചോദിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് അപ്പം തന്നെ പിന്നെ ഫുഡൊക്കെ അപ്പം തന്നെ ഞങ്ങൾ ഇറങ്ങി, ഓഫീസിൽ നിന്ന് ഇറങ്ങിയോണ്ട് തന്നെ കൊച്ചിന് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായില്ല. 2 ദിവസമായിട്ട് ഈ ട്രെയിൻ തന്നെയാണ്. ആദ്യം ബസ്സിന് പോയി, കോഴിക്കോട് വരെ ബസ്സിന് പോയി, പിന്നെ അവിടെ നിന്നാണ് ട്രെയിനിൽ പോയതൊക്കെ അവർ. അപ്പോൾ ആ ട്രെയിനിൽ കിട്ടുന്ന ഫുഡ് എന്തൊക്കെയാണ് അവൻ മേടിച്ച് കൊടുത്തിരുന്നത്. അപ്പോൾ ഫുഡും കഴിച്ചിട്ടില്ല ആൾ. അങ്ങനെ ഇറങ്ങിയ ഉടനെ തന്നെ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ അവിടെ നിന്നാണ് ഞങ്ങൾ പിന്നെ യാത്ര തിരിച്ചത് വീണ്ടും വണ്ടിയിൽ. ഈ കുട്ടി ഫസ്റ്റ് നിങ്ങൾ ചെന്ന് ഇതുപോലെ കാണുന്നു, വരാൻ വേണ്ടി വിളിക്കുന്നു, അങ്ങനത്തെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു?
അല്ല അതാ ഞാൻ പറഞ്ഞത്. ആളാദ്യം ഷൗട്ട് ചെയ്തു ഭയങ്കരമായിട്ട്. നമ്മൾ അവനെ കാണുമ്പോൾ എന്തായാലും നമ്മൾ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തല്ലരുത്, എന്താ എന്താ ആരാന്നൊക്കെ ചോദിച്ച് തല്ലരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പോലീസാണ്, ഇത് നീ അവിടുന്ന് മിസ്സിങ് ആയ ആളാണ്, നീ അവിടുന്ന് മിസ്സിങ് നിങ്ങളുടെ മിസ്സിങ് കേസാണ്, അപ്പം നിന്നെ തിരിച്ച് കൊണ്ടുപോകേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്, അപ്പോൾ കൊണ്ടുപോകാനാണ് വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ചേച്ചി എനിക്കിതൊക്കെ കണ്ടിട്ട് പേടിയാവുന്നുണ്ട് എന്നാണ് അവൾ എന്നോട് ആദ്യമായിട്ട് പറഞ്ഞത്. ചേച്ചി എനിക്കിതൊക്കെ കണ്ട് പേടിയാവുന്നുണ്ടെന്ന്. പിന്നെ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാനും ഒന്ന് ശാന്തയായത്. എനിക്ക് 12 വയസ്സേ ഉള്ളൂ. കുറച്ചും കൂടെയൊക്കെ ഏജായിട്ട് നിനക്ക് എന്താ വെച്ചാൽ തീരുമാനിക്കാം. ഇപ്പോൾ നിനക്ക് അത് തീരുമാനിക്കാനുള്ള ഏജ് ആയിട്ടില്ല. അപ്പോൾ നിന്നെ കൊണ്ടുപോയിട്ട് വീട്ടിലേൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയാണ് വന്നത്, അല്ലാണ്ട് വേറെ ഒന്നിനുമല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അത് റെഡിയായി പോകുന്നത്. ആ ഒരു സെൻറ്റൻസ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചേച്ചി എനിക്ക് പേടിയാവുന്നുണ്ട് അതൊക്കെ കണ്ടിട്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ബഹളമായിരുന്നല്ലോ. നമ്മൾ കയറിയപ്പോൾ അവിടെ ഹിന്ദിക്കാരില്ലേ അതിൻ്റെ ഉള്ളിലും ഒക്കെ, അവർ ഭയങ്കരമായിട്ട് എന്താ ഷൗട്ട് ചെയ്യും നമ്മളോട്, ആരാണ് എന്താന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോഴും ഫോട്ടോ എടുക്കൽ വീഡിയോ എടുക്കൽ എല്ലാവരും അവനെ പിടിച്ചിങ്ങനെ ഇറക്കി പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ടപ്പോൾ വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവളും കൂടെ ഉണ്ടല്ലോ, ക്രൗഡിനെ കണ്ടിട്ടുള്ള ഇതാണ്. അത്രയും സമയം ആരും അറിയാണ്ട് അതിൻ്റെ ഉള്ളിലിരിക്കുകയാണ്. പിന്നെ ഇറങ്ങി പുറത്തേക്ക് ഇട്ടപ്പോഴാണ് ഇത്രയും പേരിങ്ങനെ അവർ നോക്കുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ആൾക്ക്. ആ ചേച്ചി വിളിയിൽ ടെൻഷനും എനിക്ക് അതെൻ്റെ ദേഷ്യം പോയി ആ സമയത്ത്. ദേഷ്യം ഉണ്ടായെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ദേഷ്യമായിരുന്നു. വെച്ചാൽ നമ്മൾ ഇത്രയും ഓടിച്ച് അവളോടല്ല, അവനോട് എത്ര ദേഷ്യം നമുക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മളോടും നമുക്ക് ആ ഒരു ദേഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രായത്തിൽ ഇങ്ങനെ ധൈര്യം കാണിച്ചല്ലോ എന്ന് നമുക്ക് ആർക്കും, നമ്മളൊരു അമ്മയാണ്, സ്ത്രീയാണ്, നമുക്ക് തോന്നില്ലേ, നമ്മുടെ മക്കളോട് നമുക്ക് തോന്നില്ല. അതുപോലെ ഇത്രയും പ്രായത്തിൽ നീ ധൈര്യം കാണിച്ചല്ലോ എന്നുള്ളൊരു ദേഷ്യം നമുക്ക് തോന്നും, സ്വാഭാവികം. അങ്ങനെ തോന്നി. പക്ഷെ ആ ഒരു ഒറ്റ സെൻറ്റൻസിൽ ഞാൻ പെട്ടെന്ന് കൂളായി. പിന്നെ അപ്പോഴെനിക്കും ശരിയാണല്ലോ, ചെറിയ കുട്ടിയല്ലേ എന്നുള്ള ഒരു ഇത് നമ്മളിലേക്കും പെട്ടെന്ന് വന്നു. അങ്ങനെ പിന്നെ ആളെ കൂളാക്കി. മോളെ പോലീസാണ്, നാട്ടിൽ നിന്നാണ് വരുന്നത്, രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞ് പോന്നു. ഈ തിരിച്ചു വരുന്ന വഴിക്കൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നോ, തിരിച്ചു വരണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അവൾക്ക് അങ്ങനെ ഒന്നും പറഞ്ഞില്ല. നമ്മൾ ചോദിച്ചു, അവൾക്ക് തിരിച്ച് വന്നതിൽ അങ്ങനെ വരണ്ട എന്നുള്ള മനസ്സൊന്നും ഞാൻ കണ്ടില്ല. അവൾക്ക് എൻ്റെ കയ്യിൽ തന്നെ പിടിച്ച് നടക്കുക. വരുമ്പോഴൊക്കെ എൻ്റെ കയ്യിലിങ്ങനെ, എൻ്റെ കയ്യിൽ ഇവിടെയല്ല പിടിക്കുന്നത്, എന്നെ ഇങ്ങനെ കവർ ചെയ്ത് പിടിക്കണം അവൾ. അങ്ങനെ നമ്മുടെ കൂടെ തന്നെ വരികയാണ്. അപ്പം ആ പിടുത്തത്തെ നമുക്ക് മനസ്സിലാക്കാം. അത് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല ആ ഒരു ഫീൽ ആൾക്ക്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പിടിച്ചത്. കയ്യിലല്ല, ഇങ്ങനെ നമ്മുടെ കയ്യിൽ വിരലിമല്ല പിടിച്ചിരുന്നത്, എൻ്റെ ഇതിലൂടെ കൈയിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ടാണ് ആൾ നടന്നു വന്നിരുന്നത്. ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴൊന്നും ഒരു റിഗ്രറ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടായില്ല. ആൾക്ക് ഹാപ്പിയായിരുന്നു, വളരെ ഹാപ്പിയായിരുന്നു. ഞാൻ നമ്മുടെ കൈ കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയായിട്ട് സംസാരിപ്പിച്ചു. എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു സംസാരിപ്പിച്ചു. അമ്മയോട് പറഞ്ഞു എൻ്റെ കൂടെ ഉണ്ട്, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. സംസാരിച്ചു. ആൾ ഹാപ്പിയാണ്. എല്ലാവരെ പറ്റി അന്വേഷിക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ. അവരെന്തെടുക്കുന്നു, എൻ്റെ ഫോണിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവരെന്ത് ചെയ്യുക എന്നൊക്കെ. ആൾ ചിരിച്ചുകൊണ്ട് തന്നെ പിന്നെ വീഡിയോ കോളൊക്കെ ചെയ്തു അവരെ എന്ത് ചെയ്യുക, അവരെവിടെ പോയി എന്നൊക്കെ വിളിച്ച് അവരുടെ റിലേറ്റീവ്സിനെ പറ്റിയൊക്കെ അവളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ വേറൊരു പ്രശ്നവും ആ കൊച്ചിന് സങ്കടം ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പോയി രക്ഷപ്പെട്ട് പോകുന്നതിലുള്ള സന്തോഷമാണ് എനിക്ക് തോന്നിയത്. എന്നുവെച്ചാൽ നാട് കണ്ടു, നാട്ടുകാരെ കണ്ടു, മലയാളം സംസാരിക്കുന്ന ആൾക്കാരെ കണ്ടു. അപ്പം തന്നെ പറഞ്ഞോ? ഒന്നും ഹാപ്പിയാണ് ആള്. നമുക്ക് നമ്മളോട് സംസാരിക്കുമ്പോൾ അറിയാലോ. നമുക്ക് എന്നോട് ഓരോ വിശേഷങ്ങൾ ഞാനതൊന്നും ചോദിച്ചു, ആളെ കൂളാക്കണം. നമ്മളോരോ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എല്ലാം അങ്ങനെ പറഞ്ഞു അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാ കാര്യങ്ങളും, ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ, അതുപോലെ ചേച്ചിമാരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ചു. എന്തിനാ പോയെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പോയി, വീട്ടിൽ ഉള്ള ഭയങ്കര സങ്കടം കൊണ്ട് അങ്ങനെ പോയതാണ് എന്നുള്ള ഇത് നമുക്ക് കിട്ടി. ഈ പറഞ്ഞ പോലെ ഇരട്ട കുട്ടികളുടെ അമ്മയാണ്. അപ്പം ഈ 1-2 മണിക്കൂർ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റേഷനിൽ നിന്ന്, അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് ഇറങ്ങുന്നത്.
എന്തായിരുന്നു മനസ്സിൽ അന്നേരം യാത്ര ചെയ്യുമ്പോൾ? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു അങ്ങനെ മിസ്സിങ് കേസ് ഉണ്ടെന്ന് തലേന്ന് ദിവസം തന്നെ അറിയാമായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് പോകേണ്ടി വരും അറിയാം, പക്ഷേ ഇത്രയും ദൂരം പോകേണ്ടി വരും എന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഞാനിങ്ങനെ പോവാണ്, കാസർഗോഡാണ് ലൊക്കേഷൻ കാണുന്നത്, അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ ഹസ്ബൻഡ് വിളിച്ച് വീട്ടിലേക്ക് പറഞ്ഞു. ആ സമയത്തൊക്കെ ഇവർ ക്ലാസ്സിൽ നിന്നൊക്കെ വന്നപ്പോൾ ജസ്റ്റ് ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഇന്ന് വരില്ല എന്നാണ് രണ്ടുപേരോടും പറഞ്ഞത്. അത് ഇത്രയും ദിവസമാകും എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അന്വേഷിക്കും. പിന്നെ പഠിക്കാനുള്ളതൊക്കെ ഗ്രൂപ്പിലേക്കൊക്കെ വരുന്നത് എൻ്റെ ഫോണിലേക്കാണ്. അപ്പോൾ അമ്മ അത് അച്ഛൻ്റെ ഫോണിലേക്ക് ഇട്ടതാന്ന് പറഞ്ഞ് ഇടയ്ക്ക് വിളിക്കും നൈറ്റൊക്കെ, അത് ഇട്ട് കൊടുക്കും. അങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു 12 കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓട്ടോ ഓടുന്നത്. അപ്പോൾ ഈ മക്കളുടെ മുഖമായിരിക്കില്ലേ മനസ്സിലേക്ക് വരുന്നത്, എൻ്റെ കുട്ടികളായിരുന്നെങ്കിലോ എന്നുള്ളൊരു. തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ നമുക്ക് പോലീസുകാരിയാണെന്നുള്ള ചിന്ത ആ പോണ പോക്കിന് കുറച്ച് ദൂരം മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ചില കടമകൾ നമുക്ക് ചില ആവശ്യങ്ങളായിട്ട് മാറും. നമ്മുടെ ഇത് കടമയാണ് നമുക്ക്, നമ്മൾ റെസ്പോൺസിബിളാണ് ആ കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ ചില സമയത്ത് നമ്മുടെ കടമകൾ നമ്മുടെ ആവശ്യമായിട്ട് മാറും. അത് പിന്നെ നമ്മൾ അത്യാവശ്യമാവും. അങ്ങനെ അത്യാവശ്യമാകുമ്പോഴാണ് നമ്മുടെ വിജയത്തിലേക്ക് നമ്മൾ എത്തുന്നത്. നമ്മളെന്താണോ നമുക്ക് ആവശ്യം, അതിലേക്ക് നമ്മൾ എത്തുന്നത് അത് നമ്മൾ അത്യാവശ്യമാകുമ്പോഴാണ്. അപ്പോൾ ആദ്യം നമ്മുടെ കടമയായിരുന്നു ആ കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളത്. പിന്നെ അത് നമ്മുടെ ആവശ്യമായി. പിന്നെ കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ അത് നമ്മുടെ അത്യാവശ്യമായി. അങ്ങനെയായി മാറിയപ്പോഴാണ് അത് നമുക്ക് സാധിച്ചത്. സാധാരണ എല്ലാ ഗവൺമെൻറ് ജോലിയിലും രാവിലെ പോവുക, വൈകുന്നേരം വരിക, ഡെയിലി റുട്ടീൻ സെയിം കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ടീച്ചേഴ്സ് ആയാലും ശരി, പഠിപ്പിക്കുന്ന വ്യത്യസ്തമായ കാര്യങ്ങളാണെങ്കിലും ചെയ്യുന്ന അതൊക്കെ സെയിം തന്നെ. പക്ഷെ പോലീസിലുണ്ടാകുന്നത് അനുഭവങ്ങൾ ഓരോ ദിവസവും ഓരോന്നാണ്. ഒരു മണിക്കൂർ വെച്ച് ഓരോന്നാണ് അനുഭവങ്ങൾ. അത് ശരിക്കും നമുക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. നമുക്ക് പോലീസിലല്ലാത്ത ഒരാളോടും നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞാൽ ഒരാൾക്കും മനസ്സിലാവില്ല. അതൊരു പോലീസിലുള്ള ഒരാളോട് പറഞ്ഞാലേ നമ്മുടെ അനുഭവങ്ങൾ, അപ്പം നമ്മുടെ യാത്രയിലുള്ള അനുഭവങ്ങളായാൽ പോലും, നമ്മുടെ സ്ട്രഗിളായാലും, യാത്ര അനുഭവിച്ച സ്ട്രഗിളായാലും, ട്രെയിനിങ് അനുഭവിച്ച സ്ട്രഗിളായാലും നമ്മളൊരു പോലീസുകാരോട് പറയുന്ന പോലെ ആവില്ല ഒരു കോമൺ മാനോട് നമ്മൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല ആ ഒരു അവസ്ഥ. അപ്പം നമ്മുടെ ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ നടന്ന സംഭവം പോലും ഞങ്ങൾ മിണ്ടാതിരിക്കുള്ളൂ എന്ന് വെച്ചാൽ വേറെ ആരോടും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. ഞങ്ങൾ അനുഭവിച്ച ടെൻഷനൊക്കെ വേറെ ആർക്കും മനസ്സിലാവില്ല. പക്ഷെ പോലീസുകാർക്ക് മനസ്സിലാവും കറക്റ്റായിട്ട്. അതാണ് അതിൻ്റെ വ്യത്യാസം. വേറെ ഒരു ജോലിക്കാർക്കും അത് മനസ്സിലാവില്ല. അങ്ങനെ ഇപ്പോൾ സാധാരണ ഏത് ജോലിയും ഇപ്പോൾ രാവിലെ 9 മണി തുടങ്ങി 5 മണി വരെ ആണ്. പക്ഷെ പോലീസിൻ്റെ ടൈം അങ്ങനെയല്ല, 24 hours ആണ്. ഇതിനു മുന്നേ ഇതുപോലെയുള്ള മിസ്സിംഗ് കേസുകളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു? ഇതിനു മുമ്പ് പോയിട്ടൊക്കെ ഉണ്ട്. ഹൈദരാബാദ് പോയിട്ടുണ്ട്. ഏറ്റവും ലോങ് പോയേക്കണത് അതാണ്, ഹൈദരാബാദാണ് പോയത്. പിന്നെ വേറെ മിസ്സിംഗ് ഒക്കെ അടുത്ത് നമുക്ക് എറണാകുളം, അങ്ങനെ അടുത്ത് കോട്ടയം, അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പോയ ഉടനെ ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് അവരെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും, ആൾക്കാരെ കൊണ്ട് പോന്നിട്ടുണ്ട്. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഭയങ്കര നമുക്ക് ഇത്രയും സ്ട്രെസ്സ് എന്നൊരു മിസ്സിങ് ആദ്യമായിട്ടാണ്. അത് സ്ട്രെസ് വരാൻ കാരണം ഇത് കുട്ടിയാണ്, 12 വയസ്സുള്ള കുട്ടിയാണ് പോയത്. അതാണ് നമുക്ക് ഏറ്റവും സ്ട്രെസ്സ് തന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ അനുഭവം, ഇങ്ങനെ ഒരു സംഭവം. എന്തുകൊണ്ടായിരിക്കും ഒരു 12 വയസ്സുള്ള ഒരു കുട്ടി, അത് 26 വയസ്സുള്ളൊരു യുവാവിൻ്റെ ഒപ്പം, അതും ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട് അങ്ങനെ അത്രയൊരു ധൈര്യമൊക്കെ ഉള്ള കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്? എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും ധൈര്യം വരുന്നത്, ഒരു പോലീസ് എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ? എൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ മിക്കവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ. അവരുടെ കുടുംബത്തിലുള്ള സാഹചര്യം തന്നെയാണ് കുട്ടികളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അല്ലാണ്ട് ഒരു കുട്ടി ജനിച്ച് അത് ഒരു പ്രായമാകുമ്പോൾ തന്നെ അങ്ങോട്ട് വഴിതെറ്റി പോകുന്നതല്ല, തന്നെ അതിൻ്റെ ക്യാരക്ടർ മാറുന്നതല്ല. അതിൻ്റെ ക്യാരക്ടർ മാറാനുള്ള കാരണം സാഹചര്യമാണ് ഓരോരുത്തരുടെ ക്യാരക്ടറിനെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലുള്ള സിറ്റുവേഷൻസ് ആണ് പ്രധാനമായിട്ടും. അതുകൊണ്ട് 12 വയസ്സുള്ള കുട്ടിക്ക് വേറെ എവിടെന്നാ
ആദ്യം ആദ്യം നമ്മൾ പഠിക്കുന്നത്, ആദ്യം നമ്മൾ കാണുന്നതും അച്ഛനമ്മമാരെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയാണ്. അത് കഴിഞ്ഞിട്ടാണ് സ്കൂളും പിന്നെ പുറത്തുള്ളവരും ഒക്കെ കാണുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്ന ആളുകൾ നമ്മുടെ അച്ഛനും അമ്മ, നമ്മുടെ വീട്ടിൽ അപ്പൂപ്പൻ അമ്മൂമ്മ, ആ രണ്ട് ബന്ധുക്കൾ, ആ അന്തരീക്ഷമാണ്. ബന്ധുക്കളല്ല, നമ്മുടെ വീട്ടിലുള്ള ആളുകൾ ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ സ്കൂള്, ഫ്രണ്ട്സ്, പുറത്തുള്ള ആളുകൾ. അവരുടെയൊക്കെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് വരുന്നത് പിന്നീടാണ്. ആദ്യം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ആൾക്കാർ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മുടെ കുടുംബത്തിലുള്ളവരാണ്. അവരെ കഴിഞ്ഞിട്ടുള്ളൂ പുറത്തുള്ളവരെ കുറ്റം പറയാൻ അവകാശം നമുക്കുള്ളൂ. അവളെ കേട്ടിരിക്കാനും അവളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനൊന്നും അവരാരും ഉണ്ടാവില്ല. ഇപ്പം കുട്ടികൾക്ക് വലിയ പ്രശ്നങ്ങളും വലിയ കാര്യങ്ങളൊന്നും ആവശ്യപ്പെടാനില്ല. അവരുടെ സ്കൂളുകളിൽ ഇപ്പം ഉദാഹരണം, സ്കൂളുകളിൽ ഇന്നിപ്പോൾ സ്കൂളിൽ പോയിട്ട് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ചെറിയ ഇൻസിഡൻറ്റ്, ചെറിയ തമാശകൾ, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ വീട്ടിൽ വന്ന് അമ്മയോടോ അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടോ അപ്പൂപ്പനോടോ പറയുമ്പോൾ അത് വീട്ടിൽ അത് കേട്ടിരിക്കാൻ ഒരാൾ വേണം. കേട്ടിരിക്കാൻ ആരെങ്കിലും ഒരാളെങ്കിലും ആ വീട്ടിലുണ്ടാവണം. അങ്ങനെ ആരുമില്ലാത്ത സമയത്ത് അവർ ഫ്രണ്ട്സിനെ സമീപിക്കും. പുറത്തൊരാളെ നമുക്ക് ആവശ്യം ആയിട്ട് തോന്നും. അപ്പോൾ ഫോണിൽ അവൈലബിൾ ആണ്, ഓൾവേസ് അവൈലബിൾ ആണ് അല്ലേ? നമുക്ക് ഇവിടെ എന്നെ ഒന്ന് കേൾക്കൂ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകൾ ഫോണിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ അപ്പം നമ്മൾ അകത്ത് ആരുമില്ലെങ്കിൽ അവർ പുറത്തന്വേഷിക്കും. പുറത്ത് ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്, സംസാരിക്കാനും ആശ്വസിപ്പിക്കാനും ആളുകൾ ക്യൂ ആണ്. അപ്പോൾ നിസ്സാര സമയം കൊണ്ട് അവർ ആ ഒരു ട്രാക്കിലേക്ക് ചെന്ന് വീഴും. അതൊക്കെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മക്കളോട് ഇപ്പോൾ ഞാൻ സ്റ്റേഷനിലെ വിശേഷങ്ങളൊക്കെ വന്ന് പറയാറുണ്ട്. അത് വന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുമ്പോഴേ അവർക്ക് ഇങ്ങോട്ട് പറയാൻ തോന്നുള്ളൂ. എത്ര മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളുടെ ഫ്രണ്ട്സിനെ അറിയാം? കുട്ടികളുടെ ഫ്രണ്ട്സിനെ അറിയാത്ത ഒരുപാട് മാതാപിതാക്കളുണ്ട്. സ്വന്തം മക്കളുടെ കൂട്ടുകാരെയോ പോലും ചില അച്ഛനമ്മമാർക്ക് അറിയില്ല. കാരണം അവർ പറയില്ല, പറഞ്ഞാൽ അത് കേൾക്കാൻ ആളില്ലാത്തതുകൊണ്ട് അത് പറയില്ല. അങ്ങനെ അപ്പോൾ ഇപ്പം എൻ്റെ മക്കളുടെ ഫ്രണ്ട്സിനെയൊക്കെ എനിക്കറിയാം. അവരെല്ലാം വന്ന് എന്നോട് പറയാറുണ്ട്. എല്ലാവരുമായിട്ട് പരിചയമുണ്ട്. നമ്മളങ്ങനെ പരിചയപ്പെടണം. നമ്മുടെ മക്കളുടെ ഫ്രണ്ട്സിനെ നമ്മൾ പരിചയപ്പെടണം. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം ഭയങ്കര ഒരു പ്രശ്നം തന്നെയല്ലേ? എനിക്ക് തോന്നുന്നു മിക്കവാറും ഇപ്പോൾ കുട്ടികൾ മറ്റേ ഫോൺ കിട്ടിയില്ല എന്ന് പറഞ്ഞ് സൂയിസൈഡ് ചെയ്യാൻ നോക്കുന്നു, കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുന്നു, ബഹളം വയ്ക്കുന്നു, വീട്ടിൽ ബഹളം, പിണങ്ങിപ്പോകുന്നു, ഇറങ്ങിപ്പോകുന്നു. അങ്ങനത്തെ കുറേ കേസുകൾ നമ്മളിപ്പോൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എന്താ തോന്നുന്നു ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക്, ഒപ്പം ഒരു പോലീസുകാരി എന്നുള്ള നിലയ്ക്ക് എന്താ തോന്നുന്നത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗം കുട്ടികളിൽ? കുറേ കാര്യങ്ങൾ ലോകത്തെന്താ നടക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് നല്ലതാണ്. ഇങ്ങനെയുള്ള ഇപ്പോൾ FB ആയാലും അങ്ങനെ പല കാര്യങ്ങളും. ഇപ്പം എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട് അതിനകത്ത്, അത് മാത്രം ശ്രദ്ധിച്ചാൽ പോരെ. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ അതിനെ ചൂസ് ചെയ്ത് അങ്ങനെ സെർച്ച് ചെയ്ത് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള അപകടങ്ങളിലേക്ക് പോകുന്നത്. സോഷ്യൽ മീഡിയയിൽ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല അറിവുകൾ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു ആ ഒരു ത്വരയാണ് ഉണ്ടാവേണ്ടത് കുട്ടികളിൽ. ഇപ്പോൾ ഒരു 12 വയസ്സുകാരി നമ്മൾ അന്വേഷിച്ചു പോയി, ഇതേപോലെ സമാനമായിട്ട് പെൺകുട്ടികൾ മിസ്സിങ് ആയ കേസുകളുടെ ഭാഗമായിട്ടുണ്ടോ? പെൺകുട്ടികൾ കൂടുതലും അങ്ങനെയാണ്. പെൺകുട്ടികൾ മിസ്സിങ് ആവുന്ന കേസുകളിലാണ് കൂടുതലും നമ്മൾ ഇൻവോൾവ് ആവുന്നത്. പക്ഷെ അത് 12 വയസ്സ് ആദ്യമായിട്ടാണ്. പക്ഷേ ഇരിക്കുമ്പോൾ അത് ലേഡീസ് ഇപ്പോൾ 18 വയസ്സ് കൂടുതൽ ഉള്ള സ്ത്രീകളാണ് അങ്ങനെ കൂടുതലും അങ്ങനെ പോയി നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുള്ളതൊക്കെ. അത് വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഇറങ്ങി പോകുന്നവരാവും, ചിലപ്പോൾ ലവേഴ്സിൻ്റെ കൂടെ പോകുന്നവരാവും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ പോലീസുകാരി എന്നുള്ളൊരു നിലയ്ക്ക് എന്താണ് ഏറ്റവും വലിയൊരു സ്ട്രഗിളായിട്ട് തോന്നിയിട്ടുള്ളത്, ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്തായിരിക്കും? ബുദ്ധിമുട്ട് എന്ന് പറയാൻ, ജോലിയോട് വളരെയേറെ ആത്മാർത്ഥതയുണ്ട്. എനിക്കിഷ്ടപ്പെട്ടുള്ള ജോലിയാണ്. വേറെ ഏത് ജോലിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള ജോലിയാണ്. പിന്നെ ചില സാഹചര്യം നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അവൈലബിൾ ആവുന്നില്ല എന്നൊരു സങ്കടം എല്ലാവരുടെ മുഖത്ത് കാണുമ്പോൾ എനിക്കും വിഷമമുണ്ടാവാറുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ പേഴ്സണലി എനിക്ക് ജോലിയോട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ചില സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മൾ
അവൈലബിൾ ആയിരിക്കില്ല. മക്കൾക്കായാലും കുടുംബത്തിലായാലും നമ്മൾ എത്തിപ്പെടാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. അത് ജോലിയുടെ ഭാഗമാണെന്ന് ഇപ്പോൾ മക്കളും ഹസ്ബൻഡും എല്ലാവരും തിരിച്ചറിഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് ആ പ്രശ്നം ആദ്യമൊക്കെ അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ ആരും പ്രതീക്ഷിക്കരുത്. നമ്മുടെ പോലീസുകാരുടെ കുടുംബങ്ങളായാലും ഇന്ന സമയത്ത് ഇന്ന ആൾ ഉണ്ടാകും. പിന്നെ നമുക്കിപ്പോൾ ഒരു കല്യാണ ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഒരു ചിലപ്പം ഏതെങ്കിലും ബന്ധുക്കളുടെ മരണം ആയിക്കോട്ടെ, പക്ഷേ ഇന്ന ആൾ ആ സമയത്ത് അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു ജോലിയാണ്. അത് ഒരു വിഷയമാണ്. മാത്രമേ ഉള്ളൂ. ഈ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? കുട്ടികളുടെ കാര്യത്തിൽ എനിക്കിപ്പോൾ വീട്ടിൽ എല്ലാവരും സപ്പോർട്ടാണ്. ഇപ്പോൾ ഇവിടെ ഹസ്ബൻഡ് അമ്മയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവർ രണ്ടുപേരും അച്ഛനുണ്ട് അമ്മയുണ്ട് ഉള്ളതിൻ്റെ പേരിൽ അവർ സേഫാണ്. അവരിപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് പോയാലും ഞാൻ വന്നവരെ അവർ രണ്ടുപേരും അച്ഛനും അമ്മയും ഇവിടെ തന്നെയാണുള്ളത്. അപ്പോൾ മക്കൾ സ്കൂളിൽ നിന്ന് വന്നാലും പോകുമ്പോഴും ഒക്കെ ഇപ്പോൾ ഞാനൊരു ദിവസം ഇല്ലെങ്കിലും നൈറ്റ് വരാൻ വൈകിയാലും അവരുടെ കാര്യം അവർ സേഫാണ്. അപ്പോൾ ആ ഒരു ധൈര്യം എനിക്കുണ്ട്. അവരുള്ളതിൻ്റെ പേരിൽ വളരെ ധൈര്യമുണ്ട്. ഈ വീട്ടിൽ അവർ തനിച്ചല്ല. ആ ധൈര്യം വളരെ വലുതാണ്. വളരെ നമുക്ക് സപ്പോർട്ടീവാണ്. യാത്ര എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായോ? സ്മൂത്തായിരുന്നോ? യാത്ര ബുദ്ധിമുട്ട് കാറിലല്ലേ, നമ്മൾ ട്രെയിനിലൊന്നുമല്ല. നമുക്ക് സൗകര്യം അപ്പം നമ്മൾ ഒന്ന് കിടക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ കിടക്കാനൊന്നും പറ്റാത്ത കാറെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഇരിക്കുകയാണല്ലോ എല്ലാവരും. അപ്പോൾ പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാനൊന്നും തോന്നില്ല. കാരണം ഇപ്പോൾ 1 മണിക്കൂർ നമ്മൾ ഒന്ന് വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂറത്തേക്ക് എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാം, വണ്ടി ഓടിക്കുന്ന ആൾക്കൊന്ന് റെസ്റ്റ് എടുക്കണം, 1 മണിക്കൂറത്തേക്ക് റെസ്റ്റ് എടുക്കാം എന്ന് കരുതി നമ്മൾ ഇരിക്കുമ്പോഴായിരിക്കും അടുത്ത ലൊക്കേഷൻ കാണുന്നത്. അപ്പം തന്നെ വണ്ടി എടുത്ത് വിടാണ്. അപ്പോൾ റെസ്റ്റിൻ്റെ ഒരു പ്രശ്നം. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ആൾക്ക് ഉറക്കം വരും. സാറിന് ചിലപ്പോൾ ആൻഷാ സാറിന് ഇങ്ങനെ ഉറക്കം വന്ന് തുടങ്ങുമ്പോൾ സാറിനറിയാം കണ്ണടഞ്ഞ് പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ അന്ന് വണ്ടി ഒന്ന് ഒതുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പ്, കട ഏതെങ്കിലും അടുത്ത്, ഇപ്പോൾ ചായക്കടകളൊക്കെ അടുത്ത് റോഡ് സൈഡിൽ കാണുമ്പോൾ വേഗം പോയി പുള്ളി ഇറങ്ങിയിട്ട് വേഗം പോയി ഒരു ചായ അല്ലെങ്കിൽ കാപ്പി വാങ്ങി കുടിച്ചിട്ട് വീണ്ടും ഓടിക്കും. പിന്നെ ഉറക്കം വന്ന് വരുമ്പോൾ സാറ് മാറിയിട്ട് ഷാരൂഖ് സാറ് കയറി ഓടിക്കും. അങ്ങനെയാണ്. അപ്പോൾ 1 മണിക്കൂറൊക്കെ ചിലപ്പോൾ നമ്മൾ ഒന്ന് സ്പെൻഡ് ചെയ്യും. അത് കഴിയുമ്പോൾ വീണ്ടും ലൊക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും പോകും. അങ്ങനെ. അപ്പോൾ അവരുടെ കൂടെ തന്നെ അവരുടെ ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഒരുമിച്ച് അങ്ങോട്ട് പോകാൻ പറ്റി. അവരുടെ ഒപ്പം തന്നെ പോകാൻ പറ്റി. ഇപ്പോൾ കിടക്കുന്നതായാലും ഇപ്പോൾ നമ്മൾ സീറ്റിലാണ് നമ്മൾ ചാരി കിടക്കുന്നത്. അങ്ങനെ കിടന്നുകൊണ്ടും യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ബോഡിക്കൊന്നും പ്രശ്നം തോന്നിയില്ല. അതെന്തുകൊണ്ടും ഒന്നും തോന്നിയില്ല. ആ ടെൻഷൻ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഒന്നും തോന്നിയില്ല. അങ്ങനെ നമുക്ക് ഒരു 10 മാസത്തെ ട്രെയിനിങ് കൂടാതെ പുറത്തും നമുക്ക് ട്രെയിനിങ് ഒക്കെ നമുക്ക് ഇടയ്ക്ക് ഓരോ ഒക്കെ കിട്ടുന്നുണ്ട്. 10 മാസത്തെ ട്രെയിനിങ്ങിലും നമ്മളിങ്ങനെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ പഠിച്ചിട്ടുണ്ട്. അതെല്ലാവരും ഇപ്പം ഞാൻ തന്നെയല്ല, എല്ലാ പോലീസുകാരെ എവിടെ കൊണ്ടുപോയെന്ന് ജോലിക്ക് ചെന്നാലും അവർക്ക് വീണിടം വിഷ്ണുലോകമാണ്. അതാണ് പോലീസിൻ്റെ പ്രത്യേകത. ഏത് സാഹചര്യത്തിലും നമ്മൾ പൊരുത്തപ്പെട്ടു പോകുന്നൊരു അവസ്ഥയാണ്. അതങ്ങനെയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് നമ്മുടെ കൂടെ വരുന്നത് ഇപ്പോൾ വേറെ ഗവൺമെൻറ് ജോലിക്കാരൊക്കെ ആണെങ്കിലും അവർക്ക് ഒരു ബെഞ്ചിൽ കിടന്നോ ഒന്നും ശീലമില്ല. അവർക്കതൊക്കെ 1-2 ദിവസം അവർക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര്, എൻ്റെ കൂടെ ക്ലാസ്സിലൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയ കാര്യം പറയുമ്പോൾ അവർ എങ്ങനെയാണ് കിട്ടിയത്, ഇന്ന സ്ഥലമാണ്, ബെഞ്ചിലാണ് കിടക്കാൻ അവസരം, എങ്ങനെ അപ്പം വേറെ റൂം എടുക്കാനൊക്കെ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കും ബെഞ്ചിലിപ്പോൾ കിടന്നാൽ എന്താ എന്ന് ചോദിക്കും. കാരണം ഒരു ബെഞ്ചിലൊക്കെ കിടന്ന് നമുക്ക് ശീലമുണ്ട്. നമ്മൾ ഒരു ബെഞ്ചിൽ ഒന്നും വിരിക്കാതെയും ചെറിയ പ്ലേസിൽ ഒരു ദിവസം മുഴുവൻ ഒന്ന് വിശ്രമിക്കുക, നമ്മുടെ ശരീരത്തിന് ക്ഷീണമൊന്ന് മാറ്റാം. അതാണ് നമ്മുടെ ആവശ്യം. അത് ഇട്ട യൂണിഫോമിൽ ബൂട്ടും കൂടെ ഊരാതെ നമ്മളവിടെ കിടന്ന് വിശ്രമിച്ച് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിരുന്നില്ല. ഈ യാത്രയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം, അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസമാവുന്നു, അത് കഴിഞ്ഞ് 3ാമത്തെ ദിവസമാവുന്നു, എത്രത്തോളം ടെൻഷൻ ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ അവരും വിളിക്കുന്നുണ്ടാവും, അമ്മ വരുന്നില്ലേ എന്തായി. അവരുടെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായില്ല സത്യം പറഞ്ഞാൽ.
കാരണം അവരുടെ കാര്യം ഏകദേശം അവരുടെ കാര്യങ്ങളൊക്കെ അവർ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിയാം. അവിടെ നിന്ന് പോകുമ്പോഴും അറിയാം. നന്നായിട്ട് അവർ കാര്യങ്ങളെല്ലാം അവർ ഭംഗിയായിട്ട് ചെയ്യും. പഠിത്തമായാലും ട്യൂഷന് പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഒരാൾ അതിനിടക്ക് സ്പോർട്സിൻ്റെ മാച്ച് നടന്നു. ഈ വരുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു അവരുടെ മാച്ച്. അപ്പോൾ അത് രാവിലെ പോകണം. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഇതൊക്കെ എന്നോട് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കൊണ്ടുപോകാനായിട്ട് ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് കൊണ്ടുപോയി. അപ്പോൾ ഹസ്ബൻഡും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യം ഓർത്തിട്ട് ആ ടെൻഷൻ അവരുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഉണ്ടായില്ല. വിളിക്കുന്നുണ്ടല്ലോ, അമ്മേ ഇന്ന് മാച്ചാണ്, അപ്പോൾ നാളെ ഞാൻ പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ കിടന്ന് ഉറങ്ങണം, നന്നായിട്ട് ഫുഡ് കഴിക്കണം, നാളെ കളിക്ക് പോകേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് പറയും. ഫോൺ കട്ട് ചെയ്യും. അവളതുപോലെയൊക്കെ ചെയ്യും. അങ്ങനെ. അപ്പോൾ ഇവിടെ വലിയ കുഴപ്പമില്ലാണ്ട് അവരുടെ കാര്യത്തിൽ അവർ സേഫാണ്, എനിക്കറിയാമല്ലോ. വിഷയങ്ങളൊന്നും ഇല്ല. പിന്നെ ആകെ ടെൻഷൻ ഉണ്ടായിരുന്നത് പോയ കാര്യം. ആ ടെൻഷൻ മാത്രമാണ് കൂടുതലും. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ടെൻഷൻ, വീട്ടിലെ പ്രശ്നങ്ങൾ ഓർത്തുള്ള ടെൻഷൻ ആർക്കും ആ സമയത്ത് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വീട്ടിൽ എന്താണെന്ന് ആലോചിച്ചൊന്നും ആർക്കും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ പോയ കാര്യത്തിലേക്കായിരുന്നു കൂടുതലും നമ്മൾ ഇൻവോൾവ് ആയത്. അതിലുള്ള ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഇപ്പോഴത്തെ കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചും മക്കളും ഏതാണ്ട് അതേ പ്രായമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെ കുസൃതികളും ഇവരെ ചിന്തകളും ഇവരെ എന്താണ് ജനറൽ ആക്ടിവിറ്റീസും എല്ലാം അറിയുന്ന ഒരമ്മയുമാണ്. അപ്പം ഞാൻ പറയുന്ന കാരണമല്ല, നമ്മൾ കുടുംബങ്ങളിൽ സുരക്ഷിതരാകുന്ന ഒരവസ്ഥയിൽ നിന്ന് ആ സുരക്ഷിതത്വം നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല. വേറെ പുറത്ത് ഒരു സാഹചര്യത്തിൽ നമുക്ക് കുടുംബത്തിലെ സുരക്ഷിതത്വം നമുക്ക് എവിടെ നിന്നും കിട്ടില്ല. അപ്പോൾ കുടുംബത്തിലുള്ളവരുടെ കയ്യിൽ നിൽക്കുമ്പോഴുള്ള സംരക്ഷണം നമുക്ക് പുറത്തൊരാളിൽ നിന്ന് പ്രതീക്ഷിക്കരുത് ഒരിക്കലും. പിന്നെ പഠനം മാത്രം, സ്കൂളിൽ പോയുള്ള പഠനം മാത്രം അല്ല, എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആക്ടിവിറ്റീസിൽ ഏർപ്പെടണം. അപ്പോൾ സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ കുട്ടികൾ മുഴുവൻ ഫോണിലാണ്. അപ്പോൾ എന്തെങ്കിലും വേറെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ അവരുടെ ശ്രദ്ധ, ഒരു ടാർഗറ്റ് ഉണ്ടാവും, അവരതിലേക്ക് തിരിയും. ഒരിക്കലും വെറുതെ ഇരിക്കാൻ ഇടവരുത്തരുത്. എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കണം കുട്ടികൾ, എപ്പോഴും എൻഗേജ്. അപ്പോൾ പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും വേറെ ആക്ടിവിറ്റീസിൽ ഉണ്ടെങ്കിൽ അവർ അതിനകത്തേക്ക് മാറിക്കോളും. അവർക്ക് ടൈം പിന്നെ കിട്ടുന്നില്ല. ഒന്നിനും സമയം കളയാനോ ഫോണിൽ നോക്കിയിരിക്കാനോ സമയം പാഴാക്കാനില്ല അവർക്ക്. സമയം തികയാതെ വരണം.